സമയം വരുണിന്റെ വിരലുകൾ അവളുടെ അണിവയറിലൂടെ താളത്തിൽ ചലിക്കാൻ തുടങ്ങി. വരുണിന്റെ ഈ പ്രവൃത്തിയിൽ കീർത്തി ആകെ സ്തംഭിച്ചുപോയി. അവളുടെ വയറിൽ ഇക്കിളി അനുഭവപ്പെട്ടു. അവൾക്ക് ആകെ കുളിര് കോരുന്നത് പോലെ തോന്നി. വരുൺ വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോ എങ്ങനെയാ ടീച്ചറെ, നമ്മുടെ ഫ്രഞ്ച് ക്ലാസ് ഇപ്പൊ തന്നെ ആരംഭിക്കല്ലേ? വരുണിന്റെ ഈ ചോദ്യം അവളിൽ ഒരു ഞെട്ടൽ ഉളവാക്കി. സത്യത്തിൽ അവൾക്ക് തന്നെ ഇക്കാര്യത്തിൽ വലിയ പിടിയില്ല. പിന്നെ എങ്ങനെ വരുണിന് പരിശീലനം നൽകും? സ്വയം രക്ഷപ്പെടാൻ അവൾ മനസ്സിൽ പലതും ആലോചിക്കാൻ തുടങ്ങി. എന്തിനാ കൃഷ്ണ കറക്റ്റായി എല്ലാ വയ്യാവേലുകളും എന്റെ തലയെ കൊണ്ടിടുന്നേ? ഇനിയിപ്പോ ഈ കാലമാടിൽ നിന്ന് എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക? ഈ സ്റ്റുഡന്റിന് തിയറി ക്ലാസ് വേണ്ടെങ്കിലോ ടീച്ചറെ? തിയറി ഇല്ലാതെ പ്രാക്ടിക്കൽ ചെയ്യണമെങ്കിൽ നല്ല ഊർജം വേണല്ലോ കുഞ്ഞെ. വെറും വയറ്റി ഈ ക്ലാസ് എടുക്കാൻ ഇപ്പൊ ഈ ടീച്ചർക്ക് പറ്റില്ല. അതുകൊണ്ട് കുട്ടി പോയി പിന്നെ വാ. കീർത്തിയുടെ ഈ കൊഞ്ചിച്ചുകൊണ്ടുള്ള സംസാരം കേട്ട് വരുണിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു.